നമ്മളെ പെപ്സി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിനി ഒന്ന് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് പയ്യെ പയ്യെ ഒഴിക്കാം. എന്നിട്ട് വേണം ഇതൊന്ന് ശരിക്കൊന്ന് കഴുകിയെടുക്കാൻ. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഈ പെപ്സി വെച്ചിട്ട് നമ്മളെ വാഷ് ബേസിലൊന്ന് കഴുകി നോക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ റിസൾട്ട് എന്നൊന്ന് കാണാനാണ്. ഇത് ഞാൻ ഒരു പണ്ടൊരു ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് വീട്ടിലൊന്ന് ചെയ്ത് നോക്കാമെന്നുള്ള വിചാരിച്ചിട്ട് ഒരു ചെറിയ കുപ്പി പെപ്സി വാങ്ങിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒന്ന് കഴുകി നോക്കാം നമുക്ക് എങ്ങനെയാണ്, അത് വെളുക്കണുണ്ടോ ഇല്ലയോ, ഇതിൻ്റെ കെമിക്കൽ എന്തോരം ഉണ്ട് ശരിക്കും ഈ സാധനത്തിൽ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ഇപ്പോൾ നമ്മളെ വാഷ് ബേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം ഇത്തിരി പൊടിയൊക്കെ പിടിച്ച് ശരിക്കും കിടക്കുന്നുണ്ട്. ഇതെന്തായാലും കഴുകേണ്ട ടൈമായി. അപ്പോഴാണോ എന്ന് ആലോചിച്ചത് ഈ സാധനം വെച്ചിട്ട് നമുക്കൊന്ന് കഴുകി നോക്കാം. സംഭവം ഇത് കുടിക്കുന്ന സാധനമാണ്, പക്ഷേ എല്ലാവരും പറയും ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇതുണ്ടെന്ന്. ശരിക്കും ഈ ഫുള്ള് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര ശരീരത്തിന് ഹാനികരമെന്ന്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് ശരിക്കും ഇതൊന്ന് കഴുകി നോക്കാം. വെളുക്കണുണ്ടോ ഇല്ലയോ എന്നറിയാലോ. അപ്പം തന്നെ ഞാൻ കുറച്ച് ചേർത്ത് ഒഴിക്കട്ടെ. തന്നെ നമ്മളെ പെപ്സി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിനി ഒന്ന് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് പയ്യെ പയ്യെ ഒഴിക്കാം. എന്നിട്ട് വേണം ഇതൊന്ന് ശരിക്കൊന്ന് കഴുകിയെടുക്കാൻ. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പുകച്ചിൽ എന്ന് ഭയങ്കര ഒരു എന്താ പറയുക, ഇങ്ങനെ പുക പോണ പോലെ കറക്റ്റ് നമുക്ക് തോന്നും. ഇത്രയും നമുക്ക് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമാണെന്നൊന്ന് ആലോചിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രഷൊക്കെ വെച്ചിട്ട് അതൊന്ന് തേച്ച് സെറ്റാക്കാം. നമുക്ക് കളർ മാറണം നോക്കിയേ. ഇതാണ് പറഞ്ഞത്, ഫുള്ള് അഴുക്ക് നമുക്ക് ഈ സാധനം വെച്ചാൽ കഴിഞ്ഞാൽ പോവും ഫുള്ള്. കാരണം അത്രയ്ക്ക് നമ്മളെ ശരീരത്തിന് ഹാനികരമുള്ള സാധനമാണ് ഈ പെപ്സി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പം വാഷ് ബേസിൻ്റെ ശരിക്ക് കളറ് മൊത്തം മാറുന്നുണ്ട്, നല്ല തൂവെള്ളവനുണ്ട്. ഇത് കണ്ട, ശരിക്ക് പെപ്സി ഒഴിച്ചിട്ട് കറക്റ്റ് നമുക്കിത് മൊത്തം അങ്ങോട്ട് കഴുകി വരുമ്പോൾ തന്നെ ഇപ്പം ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കുകയാണ്. നമ്മളെ ആദ്യത്തെ എടുത്ത വീഡിയോയും ഇതും ഞാൻ കാണിച്ചു തരാം. ആദ്യത്തെ നിറവും ഇപ്പോഴത്തെ നിറവും നല്ലോണം മാറ്റമുണ്ട്. ഒരു വാന്തന തേച്ച് കഴുകിയപ്പോൾ തന്നെ ഫുള്ള് തനി വെള്ളമായി, നല്ല അഴുക്കും പോയിട്ട്. ഇതാണ് ഈ പെപ്സിയുടെ ഒക്കെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എല്ലാവരും വാങ്ങി കുടിക്കുമ്പോൾ ഈ ചൂടുകാലത്തൊക്കെ വാങ്ങി കുടിക്കുമ്പോൾ നോക്കണം. ഇവിടെ ഇപ്പോൾ ഈ അഴുക്ക് കണ്ട, ഞാനിത് ഒഴിച്ച് കാണിച്ചു തരാം. കണ്ട, ശരിക്കും അതിൻ്റെ അഴുക്ക് ഇപ്പോൾ പോണ കാണാം. കാരണം അത്രയ്ക്ക് ഇതുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഈ അഴുക്ക് ഇവിടെ പോയി ഇപ്പോൾ ക്ലീനായി മൊത്തം. തുരുമ്പ് കറടൊക്കെ നമുക്ക് ഇങ്ങനെ കളഞ്ഞെടുക്കുക ഈ സാധനത്തുകൊണ്ട്. അപ്പോൾ നമ്മളെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? ഇത് നോക്കൂ, ഫുള്ള് അഴുക്ക് മൊത്തം പോകും. ഇതാണ് ഇതിൻ്റെയൊക്കെ അവസ്ഥ. ഈ പെപ്സി എന്ന് പറഞ്ഞ സാധനം വാങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ട അവസ്ഥ. ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല സാധനങ്ങൾ, നല്ല കരിക്ക അങ്ങനത്തെ ഒക്കെ വാങ്ങി കുടിക്കുക. ഇങ്ങനത്തെ സാധനമൊക്കെ നമുക്ക് ഇങ്ങനെ ഇതുകൊണ്ടുള്ള യൂസ് ഉണ്ട്, അല്ലാതെ വേറെ യൂസ് ഒന്നുമില്ല. നമുക്ക് ഈ ടാപ്പും ഒന്ന് ഒഴിച്ച് നോക്കാം കേട്ടോ. ടാപ്പിൻ്റെ മുകളിൽ ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയി നോക്കാം. ടാപ്പ് കഴുകാനായിട്ട് നമുക്ക് ഒരിത്തിരി ഇത് നോക്കൂ. ഇതെന്താ, ഇത് കറക്റ്റ് പ്രതിപ്രവർത്തനം നടക്കണുണ്ട. പെപ്സിയും ഇതിൻ്റെയും ഫുള്ള് ശരിക്കും നമുക്ക് മനസ്സിലാവും. ഈ ഇങ്ങനെ നടന്ന ടാപ്പാണെന്നറിയോ? വെളുത്ത് ഇപ്പം ശരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത്. കണ്ട, ടാപ്പിൻ്റെ അടക്കം നിറം മാറി. അപ്പം അത്രയ്ക്ക് ഉള്ള ഉണ്ടായ കുറച്ച് കറകളും അഴുക്കൊക്കെ പോയി. കണ്ട, ശരിക്കും നമുക്ക് തൂവെള്ള പോലെ കിട്ടി. ഇതാണ് പെപ്സി കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.